NREG വർക്കേഴ്സ് യൂണിയൻ മണിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പാലയാട് നട പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. CPIM വടകര ഏരിയ കമ്മിറ്റി അംഗം B. സുരേഷ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. ദിവസക്കൂലി 600 രൂപയാക്കുക, കുടിശ്ശിക കൂലി ഉടൻ അനുവദിക്കുക, തൊഴിൽ ദിനങ്ങൾ വർഷത്തിൽ 200 ഉയർത്തുക, അശാസ്ത്രീയമായ NMMS പദ്ധതി ഉപേക്ഷിക്കുക, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുക, വെട്ടിക്കുറച്ച 5.5 കോടി തൊഴിൽ ദിനങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. CPIM വടകര ഏരിയ കമ്മിറ്റി അംഗം B. സുരേഷ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഈ പദ്ധതി ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്കെല്ലാം 100 ദിവസം പണി അല്ലേ? നിങ്ങൾക്കെല്ലാം 100 ദിവസം പണി. കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ 100 ദിവസം പണി കിട്ടി എത്ര ആളുടെ വിവരങ്ങൾ? 5,13,000 ചില്ലാനാളാണ്. ആകെ എത്ര പണിക്കാരുണ്ടായിരുന്നു? 18 ലക്ഷം. 18 ലക്ഷം തൊഴിലാളികളുണ്ട്. പക്ഷേ പണി കിട്ടിയത് 100 ദിവസം പണി കിട്ടിയത് 5 ലക്ഷത്തി 2 ലക്ഷം. ഇതാണ് പദ്ധതിൻ്റെ ഒരു സ്ഥിതി. ഇതിങ്ങനെ തകർന്ന് തരിപ്പണാകാൻ പോവുക. ഇങ്ങനെ തകർത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ BJP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യവും അതാണ്. അതുകൊണ്ട് പദ്ധതിയെ തകർക്കുന്ന ഈ സമീപനം ശക്തമായി എതിർക്കപ്പെടണം. ഇവിടെ NMMS വെച്ച് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കള്ളപ്പണി എടുക്കുന്നുണ്ടോ? സൈറ്റിൽ പോയി പണിയെടുക്കാണ്ട് ഒപ്പിട്ട് പണം വാങ്ങുന്നുണ്ടോ? അതിനാണ് NMMS അല്ലേ? ഇതിങ്ങനെ പരിശോധിക്കുക. ഈ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ ആരംഭിച്ചതിന് ശേഷം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പുണ്ടായിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു തട്ടിപ്പും നടക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. എന്താ ഈ തട്ടിപ്പ്? പണിയെടുക്കാണ്ട് അത്രയും ആളുകൾ പണിയെടുത്തു എന്ന് എഴുതി. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സജ്ന MM ധർണയെ അഭിവാദ്യം ചെയ്തു. ദീപ NK, സുരേഷ് P എന്നിവരും സംസാരിച്ചു. മണിയൂർ ഫീനിക്സ് മുക്ക് മുതൽ പാലയാട് നട വരെ നടന്ന മാർച്ചിൽ 300ഓളം പേർ പങ്കെടുത്തു.